ചുവപ്പണിഞ്ഞ മണ്ണിത് ചരിത്രമേറെയുണ്ടത്, മായുകില്ല മായ്ച്ചിടുകില്ല. അനുഭവങ്ങൾ ഊർജമാക്കി മാറ്റിയ സഖാക്കളാൽ ഉയർത്തിവാനിലീ ചെങ്കൊടി. അരുണകിരണമണിയുമരിയ ശലഭങ്ങൾ പാടുമീ ചുവപ്പറിവു ഗീതങ്ങൾ. അരുണകിരണമണിയുമരിയ ശലഭങ്ങൾ പാടുമീ ചുവപ്പറിവു ഗീതങ്ങൾ. നോവറിഞ്ഞ നേരറിഞ്ഞ ചെങ്കൊടി, പ്രാണന്റെ പ്രാണനായ ചെങ്കൊടി. ഇരുളു വീണ പുലരിയിൽ വീണ്ടെടുത്തൊരായുധം, സമരമെന്നറിഞ്ഞവർ പൊരുതി നേടി ഇന്നിനെ. ഇരുളു വീണ പുലരിയിൽ വീണ്ടെടുത്തൊരായുധം, സമരമെന്നറിഞ്ഞവർ പൊരുതി നേടി ഇന്നിനെ. ഇനിയുമേറെ പദമുറച്ചു നെഞ്ചേറ്റം മിഴി നനച്ചു വിധി പഴിച്ച മനുജരെ കൊടി പിടിച്ചു കരമുയർത്തി നിർത്തിയ സഖാക്കളാണാവേശം നെഞ്ചകം നിറച്ചത്. ഇവിടമിനിയുമിടതു തന്നെ ഒരുമയോടെ നീങ്ങിടാം, ഈ വസന്തകാലം എത്ര ചോരയാൽ തളിർത്തത്. ഇവിടമിനിയുമിടതു തന്നെ ഒരുമയോടെ നീങ്ങിടാം, ഈ വസന്തകാലം എത്ര ചോരയാൽ തളിർത്തത്. കാലം കരുതി വച്ച ധീരരാം സഖാക്കളാണൂറ്റം ചെങ്കൊടിക്കുവാനിൽ ഇനിയും ഉയരുവാൻ. തളരുകില്ല ഹൃത്തടം തുടിക്കുമോർമ്മയിൽ, രക്തതാരകങ്ങളെ നിങ്ങൾക്കുലാൽ സലാം. ചുവപ്പണിഞ്ഞ മണ്ണിത് ചരിത്രമേറെയുണ്ടത്, മായുകില്ല മായ്ച്ചിടുകില്ല. അനുഭവങ്ങൾ ഊർജമാക്കി മാറ്റിയ സഖാക്കളാൽ ഉയർത്തിവാനിലീ ചെങ്കൊടി. അരുണകിരണമണിയുമരിയ ശലഭങ്ങൾ പാടുമീ ചുവപ്പറിവു ഗീതങ്ങൾ. അരുണകിരണമണിയുമരിയ ശലഭങ്ങൾ പാടുമീ. നമ്മുടെ ഈ മേഖലയിൽ മരണപ്പെടുന്ന വ്യക്തികൾ അത് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും എല്ലാം അതീതമായി മരണപ്പെടുന്ന വ്യക്തികളെ അതാത് മതത്തിൻ്റെ ആചാരപ്രകാരം മറവ് ചെയ്യാൻ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് CPIM-ൻ്റെ മേനപ്രം ലോക്കൽ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഫ്യൂണറൽ ഫോഴ്സ് എന്നുള്ള ഒരു ആശയം രൂപപ്പെട്ടിട്ടുള്ളത്. ഫ്യൂണറൽ ഫോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മേഖലയിൽ ജാതി മത രാഷ്ട്രീയം ഏതുമാകട്ടെ ഒരു വ്യക്തി മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട ആ സമയം മുതൽ സംസ്കാരവും അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിക്കുക എന്നുള്ള ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനമാണ് ഫ്യൂണറൽ ഫോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് നമുക്ക് മുൻ മാതൃകകളില്ല. ഒരുപക്ഷെ സംസ്ഥാനത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് CPM-ൻ്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു സംവിധാനം ഒരുക്കുന്നത്. ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും സംഘടിതമായി ഇതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഫ്യൂണറൽ ഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ എല്ലാ മതസ്ഥരുടെയും അതാത് മതത്തിൻ്റെ ആചാരപ്രകാരം ശവസംസ്കാരം നടത്തുന്ന ഒരു കാര്യം നിർവഹിക്കുക എന്നുള്ളത് ഏറ്റവും സമൂഹത്തിന് ഏറ്റവും നന്നായി കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സന്ദേശമാണ്. ഇതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ളത് ഈ പ്രദേശത്തുള്ള ജനങ്ങളാണ്. ഇങ്ങനെയൊരു സംഭവം നടത്തുന്നതിനാവശ്യമായി തുക സമാഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ജനങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ
ജനങ്ങൾ 2 കൈ നീട്ടി ഈ പദ്ധതിയെ അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 10 ലക്ഷം രൂപയാണ് ഇതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ജനങ്ങൾ സംഭാവനയായി നൽകിയിട്ടുള്ളത്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും, ഫ്രീസറുണ്ട്, അതുപോലെ തന്നെ ദഹനത്തിനാവശ്യമായുള്ള സംവിധാനമുണ്ട്, കവർ കുഴിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും, കുളിപ്പിക്കാനുള്ള മറ, അതുപോലെ തന്നെ ചെരുപ്പ് റാക്ക്, ദിശാ ബോർഡ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായി നമ്മൾ ഒരുക്കുകയാണ്. തുടക്കത്തിൽ നമ്മുടെ ഈ മേഖലക്കകത്ത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി ഒരു മുൻ മാതൃകകളില്ലാത്തതുകൊണ്ട് ഇത് നന്നായി പോകുകയാണ്. ഇത് നമ്മുടെ പഞ്ചായത്തിനകത്ത്, ഏരിയക്കകത്ത്, മറ്റെല്ലാ പ്രദേശത്തിനകത്തും ഇതിനെ വ്യാപിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഇത് പൂർണ്ണമായും സൗജന്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി സംസ്കാര ചടങ്ങുകൾ നടത്തുക എന്നുള്ളത് കുടുംബാംഗങ്ങളുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ്. അങ്ങനെ അവർ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി സംഭാവന അവർ തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെസീറ്റ് കൊടുത്ത് അത് സ്വീകരിക്കും. ഏതായാലും നല്ല തിരക്കുള്ള ഒരു പ്രവർത്തനമാണ്. ഇത് വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഈ പ്രദേശത്തുള്ള ജനങ്ങളും നാട്ടുകാരുമാണ്. അതിനുവേണ്ടിയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തത്. ഇതിലെത്ര ഈ ഫോഴ്സിൽ എത്ര ആൾക്കാരുള്ളത്? ഈ ഫോഴ്സിലിപ്പോൾ 45 അംഗ ഫോഴ്സാണ് നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 15 വനിതകളുണ്ട്. 15 വ്യത്യസ്ത മതവിഭാഗത്തിലെ 15 വനിതകൾ ഇതിൻ്റെ ഭാഗമായി. ഓരോ മതത്തിൻ്റെ ആചാരത്തിനനുസരിച്ച് മാത്രമേ ആ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റൂ. ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിനെയും അവഗണിച്ചുകൊണ്ട് ഒരു സംസ്കാര ചടങ്ങല്ല ഉദ്ദേശിക്കുന്നത്. എന്താണോ വീട്ടുകാർ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ശവസംസ്കാരം നടത്തുക എന്നുള്ള ഏറ്റവും ശ്രമകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ കമ്മിറ്റി എന്ന നിലയ്ക്ക് ഏറ്റെടുത്തിട്ടുള്ളത്. നമുക്ക് മുൻ മാതൃകകളില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പദ്ധതി ഇതിൻ്റെ ഭാഗമായി ഉണ്ടായതായി അറിവില്ല. ഒരു പാർട്ടി കമ്മിറ്റി സംസ്ഥാനത്ത് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇത്തരം ഒരു പദ്ധതിക്ക് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും നമ്മൾ വാങ്ങിയിട്ടുണ്ട്, ജനങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട്. വിശദമായി പോകുന്നില്ല. ഈ പദ്ധതിയെക്കുറിച്ച് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും വിശദമായി മനസ്സിലാക്കിയാണ്. അതിൻ്റെ ഔപചാരികമായ ഫ്ലാഗ് ഓഫാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചടങ്ങിനകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കണ്ണൂർ ജില്ലാ സെക്രട്ടറി സഖാവ് കെ രാഗേഷിനെ ഈ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യുന്നത് എത്തിച്ചേർന്നിട്ടുള്ള കെ രാഗേഷിനെ സ്നേഹപൂർവ്വം ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ സഖാവ് പി ഹരീന്ദ്രൻ, ഏരിയ സെക്രട്ടറി കെ ഇ കുഞ്ഞബ്ദുള്ള, ഏരിയ കമ്മിറ്റി അംഗം വി കെ രാഗേഷ്, എൻ അനൂപ്, ഉദയം മാഷ്, അതുപോലെ തന്നെ ചുക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ സേനയുടെ വളണ്ടിയറായി സ്വമേധിയ വന്നിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ, അതുപോലെയുള്ള ഇവിടെ എത്തിച്ചേർന്നു എല്ലാവരെയും, മുഴുവൻ ജനങ്ങളെയും, അതുപോലെ തന്നെ സന്നദ്ധ വളണ്ടിയർമാരെയും. ഒരുപാട് പോരായ്മകൾ ഉണ്ടാകാം. ഏതായാലും ആ പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഏറ്റവും മഹത്തായുള്ള ഒരു സന്ദേശം നമ്മൾ ജനങ്ങളുടെ മുന്നാകെ എത്തിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ്. പ്രവർത്തന പദ്ധതിയുടെ 2ാമത്തെ ഇനമാണ് ഇവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. ഏതായാലും ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഏരിയ കമ്മിറ്റി അംഗം ഉദയം മാഷയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ പരിപാടിയുടെ പ്രത്യേകതയെക്കുറിച്ച് സഖാവ് ജയേഷ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ചു കാലമായി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ചില കൂട്ടായ്മകളുണ്ട്. അത് കല്യാണം, അതുപോലെ മരണം തുടങ്ങിയ സ്ഥലങ്ങളിൽ അവിടെ വേണ്ട സഹായങ്ങൾ പണ്ടുകാലത്തൊക്കെ നാട്ടുകാരും അയൽവാസികളുമൊക്കെ കൂട്ടായിട്ടാണ് ചെയ്യാറുള്ളത്. അത് സമീപകാലത്ത് കുറേശ്ശെയായി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഒട്ടുമില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല, അപൂർവമായി ഉണ്ട്. അത്തരമൊരു കൂട്ടായ്മയെ തിരിച്ചുപിടിക്കാനും
അതുപോലെ തന്നെ ജാതി മത ഭേദമന്യേ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംരംഭമാണ് ഈ ഫ്യൂണറൽ ഫോഴ്സ് എന്ന ആശയത്തിന് ഉള്ളത്. പണിഞ്ഞ മണ്ണിത് ചരിത്രമേറെയുണ്ടത്, മായുകില്ല മായ്ച്ചിടുകില്ല. അനുഭവങ്ങൾ ഊർജമാക്കി മാറ്റിയ സഖാക്കളാൽ ഉയർത്തിവാനിലീ ചെങ്കൊടി. അരുണകിരണമണിയുമരിയ ശലഭങ്ങൾ പാടുമീ ചുവപ്പറിവു ഗീതങ്ങൾ. അരുണകിരണമണിയുമരിയ ശലഭങ്ങൾ പാടുമീ ചുവപ്പറിവു ഗീതങ്ങൾ. നോവറിഞ്ഞ നേരറിഞ്ഞ ചെങ്കൊടി, പ്രാണന്റെ പ്രാണനായ ചെങ്കൊടി. പാർട്ടിയുടെ നേതാക്കന്മാരെ, ബഹുമാന്യരായ നാട്ടുകാരെ, സഹോദരന്മാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ മുൻ മാതൃകകളില്ലാത്ത ഒരു പരിപാടിക്കാണ് നിങ്ങളിന്ന് തുടക്കം കുറിക്കുന്നു. മുൻ മാതൃകകളില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പുതിയൊരു മാതൃക സൃഷ്ടിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫ്യൂണറൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുക വഴി നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു മാതൃകയാണ് നിങ്ങളുടെ ലോക്കലിൽ, ഈ പ്രദേശത്ത് ഉണ്ടാക്കുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു മാതൃക സൃഷ്ടിക്കാൻ വേണ്ടി ആലോചന നടത്തിയിട്ടുള്ള ബന്ധപ്പെട്ട പാർട്ടിയുടെ സഖാക്കളെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു സാമൂഹ്യ ജീവിയാണ്. ഒരു മനുഷ്യന് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല, തനിച്ച് ജീവിക്കാനാവില്ല, ഒന്നിച്ചേ ജീവിക്കാൻ സാധിക്കും. മനുഷ്യകുലത്തിന്റെ ചരിത്രം തന്നെ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. മനുഷ്യർ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ്, സാമൂഹ്യ ജീവിയാണ്. ആ സാമൂഹ്യ ജീവിയായ മനുഷ്യൻ ജനനം മുതൽ മരണം വരെയുള്ള സകല കാര്യങ്ങളും സാമൂഹ്യമായിട്ടാണ് നിർവഹിച്ചു വരുന്നത്. നമുക്കറിയാം, എന്ത് കാര്യമായാലും കൂട്ടായി സാമൂഹ്യമായിട്ടാണ് മനുഷ്യൻ ഓരോ കാര്യവും നിർവഹിക്കുക. അത് ആഘോഷമാവട്ടെ, ഉത്സവങ്ങളാവട്ടെ, സന്തോഷമാവട്ടെ, ദുഃഖമാവട്ടെ, എന്ത് കാര്യമായാലും സാമൂഹ്യമായി നിർവഹിക്കുന്ന ഒരു സമീപനമാണ് പൊതുവിൽ മനുഷ്യന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ നേരത്തെയൊക്കെ മുൻകാലങ്ങളിലൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, നാട്ടിലെവിടെയെങ്കിലും ഒരു കല്യാണം ഉണ്ടെങ്കിൽ ആ കല്യാണത്തിന്റെ തലേദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പണി ഈ അരക്കാനുള്ള അമ്മി എടുത്തിട്ട് വീടുകളിലേക്ക് എത്തിക്കലാണ്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാവരും ചേർന്നിട്ട് ആദ്യത്തെ പണി അതായിരിക്കും. അയൽപ്പക്കത്തുള്ള ഈ അമ്മിയും അതുപോലെ കസേരയൊക്കെ ഈ കല്യാണം നടക്കുന്ന വീട്ടിലെത്തിക്കലായിരിക്കും പ്രധാനപ്പെട്ട പണി. പുലർച്ചെ മുതൽ എല്ലാവരും പാട്ടും പാടിയിട്ടുള്ള അരക്കലും മുറിക്കലും തറിക്കലും ഒക്കെയാണ്. എല്ലാവരും ചേർന്നിട്ടുള്ള ഉത്സവാഘോഷം പോലെ തന്നെ ഒരു ഉത്സവ പ്രതീതിയോടെയാണ് ഓരോ കാര്യങ്ങളും നിർവഹിക്കുക. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. എന്നാൽ ഇപ്പൊ അതില് മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിന്റെ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ സാധാരണ പറയുക, ഞാനും എൻ്റെ തട്ടാനും പിന്നെ കെട്ടിയോളും ആയാൽ ഒരു കുടുംബമായി. സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സ്വാർത്ഥതയുടെ കാര്യം വിശദീകരിക്കാൻ വേണ്ടി പറയുന്നതാണ്. പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി. അത് മാറി ഇപ്പൊ ഞാനും ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറും എന്ന നിലയിലേക്ക് മാറുകയും ഏറ്റവും ഒടുവിൽ ഞാനും ഒരു മൊബൈൽ ഫോണും എന്ന നിലയിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചുരുങ്ങിപ്പോകുന്ന ഒരു ഘട്ടത്തിൽ എല്ലാം ഇവന്റ് മാനേജ്മെന്റ് ആയി മാറുകയാണ്. ഇപ്പൊ നമുക്ക് നോക്കിയറിയാം, വിവാഹം എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇവന്റ് മാനേജ്മെന്റ് ആണ്.
സമൂഹത്തിന്റെ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ആഘോഷം പോലുള്ള ഒരു കൂട്ടായ്മയിലൂടെ വരുന്നതല്ല. ആ എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടി നടക്കുന്ന ഒരു ഉത്സവം, ഒരു ആഘോഷം എന്നതിനപ്പുറം അതൊരു പ്രൊഫഷണൽ സംഘത്തിന്റെ ഇവന്റ് മാനേജ്മെന്റായി മാറുന്ന, പണം കൊടുത്താൽ എന്താണോ നിങ്ങൾക്ക് ആഘോഷങ്ങളും ഉത്സവങ്ങളും പണം കൊടുത്താൽ ഉത്പാദിപ്പിക്കാൻ വേണ്ടി കഴിയും എന്ന നിലയിലേക്ക് മാറുന്ന ഒരു കാലമാണ്. അങ്ങനെ ഇവന്റ് മാനേജ്മെന്റുകളായി മാറുന്ന ഒരു ഘട്ടത്തിൽ സാമൂഹ്യ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കടമ, ആ കടമ സ്വയം സന്നദ്ധരായിട്ടുള്ള മനുഷ്യർ ഏറ്റെടുത്ത് നടത്തുകയാണ്. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ആ സ്വയം സന്നദ്ധരായിട്ടുള്ള വളണ്ടിയർമാരുടെ കൂട്ടത്തിൽ വന്നിരിക്കുകയാണ്. തീർച്ചയായും ഇതൊരു മഹാമാതൃകയാണ്. ആ മഹാമാതൃകക്ക് ഒരു ബിഗ് സല്യൂട്ട് അർപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഇതിന്റെ ഒരു സവിശേഷത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ജാതി മത വ്യത്യാസത്തിനപ്പുറം എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒറ്റ സംവിധാനം. മതാചാരപ്രകാരം ഏത് മതമായാലും ഏത് വിശ്വാസമായാലും ആ ആചാരപ്രകാരം ഇവിടെ ശവസംസ്കാരം നടത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഒരുക്കുന്നത്. വാസ്തവത്തിൽ ഇത് കേട്ടപ്പോൾ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം അങ്ങനെയൊന്നും നമ്മുടെ നാട്ടിലില്ലാതെ, നമ്മുടെ നാട്ടിൽ പുറത്തു പോയി കഴിഞ്ഞാൽ ഒന്നും ചിന്തിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സ്ഥിതിയല്ല നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഉള്ളത്. ഞാൻ 2000 മുതൽ 2009 വരെ 9 വർഷക്കാലം ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി യാത്ര ചെയ്യാൻ വേണ്ടി അവസരം കിട്ടിയ ഒരാളാണ്. എല്ലായിടത്തും പോയിട്ടുണ്ട്. അങ്ങനെ പോകുന്ന സമയത്തുള്ള രാജ്യമല്ല നമ്മുടെ ഇന്ത്യ രാജ്യമല്ല. പിന്നീട് MP ആയ ഘട്ടത്തില് വ്യത്യസ്ത സംഘടനാ ചുമതലയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ട്. ആദ്യം കണ്ട കാഴ്ചയും ഇപ്പൊ കാണുന്ന കാഴ്ചയും തമ്മിൽ വലിയ വ്യത്യാസം. നാട് വിട്ട് പുറത്തുപോയി നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ വേണ്ടി കഴിയും. ആ വ്യത്യാസം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് എവിടെ പോയാലും, നമ്മുടെ നാടൊഴികെ ഒരു പക്ഷേ എവിടെ പോയാലും മനുഷ്യരെ നിങ്ങൾ നോക്കുക. ഹിന്ദു ജീവിക്കുന്ന സ്ഥലത്ത് ഹിന്ദു മാത്രമേ ഉണ്ടാവൂ, മുസ്ലിം ജീവിക്കുന്ന സ്ഥലത്ത് മുസ്ലിം മാത്രമേ ഉണ്ടാവൂ, ക്രൈസ്തവൻ ജീവിക്കുന്ന സ്ഥലത്ത് ക്രിസ്ത്യാനി മാത്രമേ ഉണ്ടാവൂ, വേറെ മതവിശ്വാസികൾ ഉണ്ടാവില്ല. ഇപ്പോഴുള്ള ചിത്രം അതാണ്. എന്നാൽ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ഞാനീ പറയുന്ന 2000 മുതൽ 2009 കാലയളവിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കാണുന്ന ചിത്രം എന്ന് പറയുന്നത് എല്ലാ ജാതി മതവിഭാഗക്കാരും ഇടകലർന്ന് ഇടപഴകി ജീവിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ രാജ്യം ജാതിയെയും മതത്തെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യം ആന്തരികമായി ആഭ്യന്തരിതമായി വിഭജിതമായിരിക്കുന്നു. എന്നാൽ അങ്ങനെ വിഭജിക്കപ്പെടാത്ത ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഏകോദര സഹോദരങ്ങളെ പോലെ, രാമനും റഹീമും ജോസഫും ഏകോദര സഹോദരങ്ങളെ പോലെ സുഖ ദുഃഖങ്ങളിൽ പങ്കാളികളായി. നമ്മൾ അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ ഒരു കല്യാണം ഉണ്ടാകുമ്പോൾ ഏത് മതക്കാരൻ ഏത് ജാതിക്കാരെന്നല്ല, ആ വിവാഹത്തിൽ നമ്മളെല്ലാവരും പങ്കാളികളാവും. ജാതിയും മതവും നോക്കിയിട്ടല്ല. മരണമുണ്ടായി, ജാതിയും മതവും നോക്കിയിട്ടല്ല വീട്ടിലേക്ക് അരച്ചില്ല. എല്ലാവരും പോകും. ഉത്സവാഘോഷങ്ങൾ, എല്ലാവരും ആ ഉത്സവാഘോഷങ്ങളിൽ പങ്കാളികളാണ്. നമ്മൾ കാണുന്നില്ലേ, പുതുവത്സരം വരുന്ന സമയത്ത് മിക്കവാറും എല്ലാ വീട്ടിന് മുമ്പിൽ നക്ഷത്രം വെച്ചിട്ടുണ്ടാവും. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമാണ്. എല്ലാ വീട്ടിന് മുമ്പിൽ നക്ഷത്രം ഉണ്ടാവും. ഓണാഘോഷം, വ്യത്യസ്ത ആഘോഷങ്ങളിൽ ഒരേപോലെ പങ്കാളികളാകുന്നു, സുഖ ദുഃഖങ്ങളിൽ പങ്കാളികളാകുന്നു. അങ്ങനെ സുഖ ദുഃഖങ്ങളിൽ പങ്കാളികളായി, ഉത്സവാഘോഷങ്ങളിൽ പങ്കാളികളായി, ഏകോദര സഹോദരങ്ങളെ പോലെ ഇന്നും ജീവിക്കുന്ന മനുഷ്യര് ജീവിക്കുന്ന പ്രിയപ്പെട്ടവര് ഒറ്റ ഇടം മാത്രമേ ഇന്ത്യയിലുള്ളൂ. ആ ഇടമാണ് ഞാനും നിങ്ങളും ജീവിക്കുന്ന കൊച്ചു കേരളം. ആ കേരളം ഇങ്ങനെ നിലനിൽക്കുന്നതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ സ്വയം അന്വേഷിച്ചാൽ മനസ്സിലാവും. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, പുരോഗമന പ്രസ്ഥാനങ്ങളാണ്. ആ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന വർഗബോധമാണ്. അതാണ് കേരളത്തെ കേരളമാക്കി ഇങ്ങനെ നിലനിർത്തുന്നത്.
ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിലനിർത്തുന്നു. ആ കേരളത്തിന്റെ സവിശേഷതകൾ ഉൾക്കൊണ്ടുകൊണ്ട് കൂടിയാണ് ഇവിടെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഫ്യൂണറൽ ഫോഴ്സ് എന്ന് പറയുന്നത് എല്ലാ മതവിഭാഗക്കാർക്കും അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് അനുസൃതമായി മൃതശരീരം സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ മാതൃകാപരമായ ഒരു പ്രവർത്തന പദ്ധതിക്കാണ് പാർട്ടിയുടെ മേലപ്പുറം ലോക്കൽ കമ്മിറ്റി ചർച്ച ചെയ്ത് IRPCയെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ മേഖലയിൽ സമൂഹത്തിലെ എല്ലാ തുറകളിലുമുള്ള ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ ഒരു സന്നദ്ധ സേവന സേനയായിട്ടാണ് ഈ ഫ്യൂണറൽ ഫോഴ്സ് പ്രവർത്തിക്കാൻ പോകുന്നത്. മറ്റെന്തെങ്കിലും വ്യക്തിപരമായി ഇച്ഛിച്ചിട്ടല്ല, പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ല, മറിച്ച് പൂർണ്ണമായും സന്നദ്ധ സേവനം നടത്തുന്നതിന് വേണ്ടി തയ്യാറായിട്ടാണ് ഈ സേനയിലെ അംഗങ്ങളെല്ലാം മുന്നിട്ട് വന്നിട്ടുള്ളത്. ഇന്നിവിടെ യൂണിഫോം ധരിച്ചിട്ടുള്ളവർ മാത്രമല്ല, അത്ര തന്നെ ആളുകൾ ഈ സേനയുടെ ഭാഗമായിട്ട് ഇനിയുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് ഒരു 19-ലധികം വരുന്ന അംഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഫ്യൂണറൽ ഫോഴ്സ്. ഈ ലോക്കലിൻ്റെ ഏത് ഭാഗത്തും ഈ സേനയുടെ സേവനം എത്തിക്കാൻ പറ്റാവുന്ന എല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഇതിനകം തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഈ വേദിയിൽ കൂടുതൽ സംസാരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. തികച്ചും മാതൃകാപരമായിട്ടുള്ള ഈ ഒരു സേനാരൂപീകരണത്തെയും അതിൻ്റെ ഭാവി പ്രവർത്തനങ്ങളെയും പൂർണ്ണമായും ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ പ്രവർത്തനം മറ്റുള്ളവർക്ക് കൂടി മാതൃകയാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസകൾ അർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഈ പരിപാടി ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ജില്ലാ സെക്രട്ടറി കെ രാകേഷ് ചേട്ടനെ സ്നേഹപൂർവ്വം ഈ പരിപാടിയുടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ആശംസ അറിയിച്ച ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഹരീന്ദ്രേട്ടനെയും വേദിയിലും സദസ്സിലുള്ളവരെയും പ്രിയപ്പെട്ട നാട്ടുകാരെയും പാർട്ടി പ്രവർത്തകരെയും എല്ലാവരെയും നന്ദി അറിയിച്ചുകൊണ്ട് വൾഡിയസിനെയും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഫ്ലാഗ് ഓഫ് പരിപാടിയോടുകൂടി പരിപാടി അവസാനിക്കും.